ഹായ്. അപ്പോൾ ആദ്യം ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞു തുടങ്ങാം. ഞാനൊരു ഹെൽത്ത് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി മെഡിക്കൽ ഡോക്ടറോ അതുമായി ബന്ധപ്പെട്ട ആരോ അല്ല. പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് ഒരു മിനിറ്റ്. ഹായ്. അപ്പോൾ ആദ്യമേ ഡിസ്ക്ലൈമർ പറഞ്ഞു തുടങ്ങാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാൻ ഞാനൊരു മെഡിക്കൽ ഇൻസ്പെക്ടറോ മെഡിക്കൽ ഓഫീസറോ ഹെൽത്തുമായി ഏതെങ്കിലും ബന്ധമുള്ള ആളോ അല്ല. സോ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരുപാട് അഡിക്ഷൻ ഉണ്ട്. അതിൽ പ്രൈമായിട്ടുള്ളത് സ്മോക്കിങ്ങും ആൽക്കഹോളും തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പെട്ട് കിടക്കുന്ന ഒരു അഡിക്ഷൻ, പക്ഷേ അത് അഡിക്ഷൻ ആണെന്ന് പലരും വിചാരിക്കാറില്ല. ലൈക്ക് ഫോൺ അഡിക്ഷൻ, വിഷ്വൽ മീഡിയ അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. മൊബൈൽ അഡിക്ഷൻ അല്ല ആക്ച്വലി. അഡിക്ഷൻ ടു ദ വിഷ്വൽ മീഡിയ, റീല്, ഷോർട്സ്, സോഷ്യൽ മീഡിയ കണ്ടൻസ്, ഇതെല്ലാം ഈ ഒരു വിഷ്വൽ മീഡിയയിലടുത്തുള്ള അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രൈമലി ഇമ്പാക്ട് ചെയ്യുന്നത്. അപ്പോൾ അഡിക്ഷൻ ഇങ്ങനെ പലതരത്തിൽ പല വിധത്തിൽ നമുക്കുണ്ട്. ചില ആളുകൾക്ക് അവരുടെ വിഷമവും സങ്കടവും പോലും ഒരു അഡിക്ഷനാണ്. അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. കാരണം അത് ആ ഒരു വിഷമം വരുമ്പോൾ ഒരു സെൻസേഷൻ ഉണ്ടാകും ബോഡിയിൽ. അതവർ എൻജോയ് ചെയ്യുന്നു. അവരെപ്പോഴും അതിനുവേണ്ടി വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ എത്രത്തോളം നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും ചുറ്റിനുമുള്ള വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് അവരുടെ ഫോക്കസ് പോയിക്കൊണ്ടേയിരിക്കും. കാരണം ദേ ആർ സോ ഫോക്കസ്ഡ് ഇൻ ടു ദെയർ അഡിക്ഷൻ. അപ്പോൾ ഈ അഡിക്ഷനിൽ നിന്നൊക്കെ പുറത്ത് വരുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ പോകുന്നവരെ എനിക്കറിയാം, പോയവരെ എനിക്കറിയാം, അവിടെ നിന്ന് ഫലം കിട്ടിയവരെയും കിട്ടാത്തവരെയൊക്കെ അറിയാം. അപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സൊക്കെ ആക്റ്റീവ്ലി വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ കൗൺസിലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അത് ആളുകൾക്ക് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വർക്ക് ചെയ്യാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ വർക്ക് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൂവൺ പ്രോസസ്സാണല്ലേ അത്. പക്ഷേ അതിനൊരു വില്ലിങ്നെസ് വേണം. പക്ഷേ ഇതിൽ പെടാത്ത ചില ആളുകൾ എനിക്കറിയാം. അതായത് അവർ അഡിക്ഷൻ്റെ പാരമ്യത്തിലും എത്തിയിട്ടില്ല, എന്നാൽ അവർക്ക് അഡിക്ഷൻ ഉണ്ടെന്ന് അവർക്ക് സ്വയം അറിയുകയും ചെയ്യാം. എന്നിട്ട് കഴിഞ്ഞാൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ. പലപ്പോഴും അവർ ഈ ആൽക്കഹോള്, ഈ നമ്മുടെ സിഗരറ്റ്, അല്ലെങ്കിൽ മറ്റു ഡ്രഗ്സ്, എംഡിഎംഎ, മെത്താംഫെറ്റമൈൻ തുടങ്ങി കഞ്ചാവ് പോലുള്ള പണ്ട് മുതൽ ഇവിടെ നിലനിൽക്കുന്ന ഡ്രഗുകളൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടേത്. അപ്പോൾ ആളുകൾ ഈ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ എന്ത് തരത്തിലുള്ള ഡ്രഗ് ആയാലും എന്ത് തരത്തിലുള്ള എൻ്റർടൈൻമെൻ്റ് ആയാലും അത് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞൊരു എസ്കേപ്പ് ആയിട്ടാണ്. നമ്മുടെ ഈ ഒരു പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പോവുക. കാരണം മനസ്സിനിപ്പോൾ ഈ പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ ഇരിക്കാൻ പറ്റില്ല. അതിനിങ്ങനെ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കണം. കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രസൻറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ മൈൻഡിന് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല. മൈൻഡിന് എപ്പോഴും ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ഒരു സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ, അല്ലെങ്കിൽ റീൽസ്, ഷോർട്സ്, അല്ലെങ്കിൽ മറ്റ് വയലൻറ്റ് കണ്ടൻസ്, ഡ്രഗ്സ്, ആൽക്കഹോൾ, അങ്ങനെ നമ്മുടെ മൈൻഡ് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഡ്രാഗിങ്ങിൽ പെടാതിരിക്കാൻ, ഇതിൽ നിന്ന് പുറത്തു വരാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് എന്നോട് പലതവണ പല കാലഘട്ടത്തിൽ പല ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ്. എനിക്കും ആക്ച്വലി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ചില അഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഡ്രഗ്സ് ഒന്നും അല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ഇതിൽ പലതും ഞാൻ പരീക്ഷയിലുള്ള സാധനങ്ങളൊക്കെയാണ്. സോ ഒബിയസ്ലി ഇതിനൊരു ഹുക്കുണ്ട് നമുക്കറിയാം. കാരണം ഒരിക്കലും അതിൻ്റെ പ്ലഷർ അറിഞ്ഞ ഒരാൾക്ക് അത് ഉപേക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മോസ്റ്റ് പ്രോബബ്ലി ഒരിക്കലും ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരാളെക്കാൾ കൂടുതൽ ഞാൻ അഡ്മയർ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഒരാളെയാണ് ഞാൻ കൂടുതൽ അഡ്മയർ ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഇതിൻ്റെ സുഖം എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് അത് ഉപേക്ഷിക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഒരിക്കലും പഞ്ചസാര കഴിച്ചിട്ടില്ലാത്ത, പഞ്ചസാരയുടെ ടേസ്റ്റ് അറിഞ്ഞില്ലാത്ത ആൾ ഞാൻ ഷുഗർ കട്ടിലാണെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ അത് ഉപയോഗിച്ച് അതിൻ്റെ ഒരു പവർ അറിഞ്ഞ ഒരാൾക്ക് അത് വിടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് വിടാൻ സാധിച്ചാൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂ. കാരണം ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിലേക്ക് ഒരു നമ്മുടെ വിൽ പവറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വിൽ പവർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കോൺഷ്യസ് പ്രോസസ്സ് ആണിത്. ഇതിലേക്ക് ഒരു പ്ലഷർ സെൻസേഷനിലേക്ക് വീഴുന്നതും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു കോൺഷ്യസ് ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റി സംഭവിക്കുന്നതും അതിൻ്റെ ചില മിറാക്കിൾസിനെ പറ്റിയൊക്കെയാണ് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇതൊന്നും ഒരിക്കലും ഉപയോഗിക്കാത്ത ആൾക്കാർ ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാനല്ല പറയുന്നത്. എനിവേ, നമ്മൾ ഈ ഒരു പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഡ്രഗ്സ് ആവട്ടെ, ആൽക്കഹോൾ ആവട്ടെ, എന്ത് തന്നെ ആയാലും നമുക്കിതിനെല്ലാം കൂടി കൂട്ടി ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയാം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് പെടുത്തിക്കോളൂ നിങ്ങൾ, ഫോൺ ഉൾപ്പെടെ. ഇപ്പോൾ ഈ അഡിക്റ്റീവ് സബ്സ്റ്റൻസുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു എസ്കേപ്പിസമാണ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ എസ്കേപ്പിസത്തിന് പവർ കൊടുക്കുന്നത് എന്താണ്?
അൺകോൺഷ്യസ് ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ആദ്യമായ ഒരു കാര്യം ചെയ്യുമ്പോൾ, നിങ്ങൾ ആദ്യമായ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു അവയർനെസ് ഒക്കെ ഉണ്ടാവും. അത് അതിൻ്റെ ഒരു പ്ലഷർ നിങ്ങളെ അറിയിച്ചെന്നിരിക്കാം. പിന്നീട് നിങ്ങൾ ഈ അഡിക്റ്റീവായ സബ്സ്റ്റൻസ് എന്ത് തന്നെയായാലും അത് ഉപയോഗിക്കുമ്പോൾ അതെല്ലാം വളരെ അൺകോൺഷ്യസ് ആയ ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ നടക്കാൻ പഠിച്ച സമയത്ത് വളരെ കോൺഷ്യസ് ആയി നടന്നിട്ട് പിന്നീട് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ അറിയാറ് പോലുമില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് സംഭവിച്ചു പോകും. നമ്മൾ ശീലിച്ചല്ലോ അല്ലേ. അതുപോലെ തന്നെയാണ് എല്ലാ അഡിക്റ്റീവ് കാര്യങ്ങളും. പിന്നീട് നമ്മളത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് സിവിയർ അഡിക്ഷനായിട്ട് മാറുന്നത്. അത് ഇന്ന് പുറത്ത് വരാൻ നമുക്ക് സാധിക്കാത്തത്. ഈ അൺകോൺഷ്യസ് ആക്ടിവിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമ്പൾസുകളിൽ ഹുക്കായിട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇമ്പൾസുകൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നിങ്ങൾ സ്ഥിരമായി ഫോണിൽ അഡിക്റ്റ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ ഫോണില്ലാതെ 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ പോക്കറ്റ് തപ്പും, ഫോൺ എവിടെയാണെന്ന് നോക്കി. അല്ലെങ്കിൽ ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും, ആരെങ്കിലും മെസ്സേജ് അയച്ചു വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ റീൽ വന്നോ നിങ്ങൾ നോക്കിപ്പോവും. അതൊരു ഇമ്പൾസീവ് ആക്ടിവിറ്റിയാണ്. നമ്മളറിയാതെ നമ്മുടെ ഒരു പാറ്റേൺ അങ്ങനെ സെറ്റായിപ്പോയി. അപ്പോൾ ഈ പാറ്റേണിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാബിറ്റിൽ നിന്ന് പുറത്തു വരാൻ പറ്റും, അല്ലെങ്കിൽ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ പാറ്റേണിൽ നിന്ന് പുറത്തു വരിക? അപ്പോൾ എന്താണ് ഈ പാറ്റേണിന് ബലം കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് അൺകോൺഷ്യസ് ആക്ടിവിറ്റി. അപ്പോൾ ഇത് പുറത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കോൺഷ്യസ് ആക്ടിവിറ്റി, അതായത് ബോധത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളോടൊരു കാര്യം ഉപേക്ഷിക്കാൻ പറയാൻ ഞാൻ ആളല്ല. ഇറ്റ്സ് എൻ്റയർലി അപ് ടു യു. ഉപേക്ഷിക്കാനാണ് നിങ്ങൾ വിധിയെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ വിധിയിൽ ഈ ഒരു പ്രോസസ്സ് സംഭവിക്കേണ്ട ഒരു യോഗമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുമെന്നും അത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവയർനെസ് അഥവാ കോൺഷ്യസ് ആക്ടിവിറ്റി, മലയാളത്തിൽ പറഞ്ഞാൽ ബോധത്തോടു കൂടി ചെയ്യാമെന്ന് പറയും. നിങ്ങളൊരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് ലൈറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ, ശരിക്കും പറഞ്ഞാൽ ഒരു സിഗരറ്റ് നിങ്ങളെ പാക്കറ്റിൽ നിന്ന് എടുക്കുന്ന മൊമെൻറ്റ് മുതൽ അത് ചുണ്ടിൽ വയ്ക്കുന്നത് ലൈറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ പ്രോസസ്സിലും അവെയറായിട്ടിരിക്കുക എന്ന് ഞാൻ പറയും. നമുക്ക് അവയർനെസ് ഇങ്ങനെ ചാടി കഴിഞ്ഞാൽ നിൽക്കുന്നൊരു സംഭവമാണ്. അത് കോൺസ്റ്റൻ്റ് അല്ല. പ്രത്യേകിച്ച് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന അവയർനെസ് സ്റ്റേബിളായി നിൽക്കുന്നൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒരു സിഗരറ്റ് കത്തിക്കുന്ന സമയത്ത് തൊട്ട് അത് വലിച്ചു തീർക്കുന്നവരെ കോൺഷ്യസ് ആയിരിക്കാൻ ട്രൈ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിന്തകൾ വരും, നമ്മുടെ മൈൻഡ് ഡൈവേർട്ടായി പോകും. ഡൈവേർട്ടായെന്ന് മനസ്സിലാകുമ്പോൾ ബ്രിങ് ഇറ്റ് ബാക്ക്, വീണ്ടും കോൺഷ്യസ് ആവുക. കോൺഷ്യസ് ആവുന്നത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഭംഗിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയും. ഒരു സിഗരറ്റ് നിങ്ങൾ ലൈറ്റ് വലിക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് വലിക്കാൻ ശ്രമിക്കുക. നിങ്ങളത് വലിക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് വലിക്കുക. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതായിട്ടിരിക്കുക എന്ന് പറയും. നിങ്ങൾ അത്രയും കോൺഷ്യസ് ആണ് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഡെപ്ത് നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ അൺട്രാവൽ ചെയ്യും. അത് പൂർണ്ണമായ നിങ്ങളുടെ മുമ്പിൽ ഒരു പൂ വിടരുന്ന പോലെ വിടർന്നു വരുമെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിനെ പറ്റി അല്ല ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യം നശിപ്പിക്കുന്ന ചില ആക്ടിവിറ്റീസാണ് ഇതെല്ലാം. ഇത് നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു ജസ്റ്റിഫിക്കേഷൻ, ഒരു ന്യായീകരണം ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ എസ്കേപ്പുകൾക്കും നമുക്കൊരു ന്യായീകരണമുണ്ട്. നിങ്ങൾക്കായാലും എനിക്കായാലും ഉണ്ട്. ഐ എം നോട്ട് സ്പെഷ്യൽ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് നിങ്ങൾക്കൊരു ന്യായീകരണമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും ന്യായീകരണമൊക്കെ ചെയ്ത് നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണ്. സോ അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളത് ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നാണ് പറയുന്നത്. ഡു ഇറ്റ് ബ്യൂട്ടിഫുള്ളി എന്ന് ഞാൻ പറയും. നിങ്ങൾ വളരെ കോൺഷ്യസ് ആയി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കോൺഷ്യസ്നെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബോധത്തോടുകൂടി ആക്ടിവിറ്റി ചെയ്യൂ. സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓർ സോഷ്യൽ മീഡിയ, എനിത്തിങ്. നിങ്ങളുടെ അഡിക്ഷനിൽ കൊണ്ടുവരുന്ന എന്ത് കാര്യമായാലും, നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി ഹാബിറ്റ് പാറ്റേണിൽ സെറ്റ് ചെയ്ത് പോയാൽ നിങ്ങൾ ഇമ്പൾസീവായി ചെയ്യുന്ന എന്ത് കാര്യത്തെയും കോൺഷ്യസ് ആയി ചെയ്യൂ, ബ്യൂട്ടിഫുള്ളായി ചെയ്യൂ, എൻജോയ് ചെയ്ത് ചെയ്യൂ. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു കണ്ടന്റ് അൺട്രാവൽ ചെയ്ത് പോകുന്നത്. അപ്പം എന്താണ് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്നും ഇവിടെ ഈ ഒരു പാറ്റേണിൻ്റെ പവർ എന്താണെന്നും ഈ പാറ്റേൺ എങ്ങനെയാണ് നിങ്ങൾ ഇമ്പൾസീവായി മൂവ് ചെയ്യിക്കുന്നതെന്നും അതിൽ എത്രത്തോളം നമ്മൾ ഹുക്ഡ് ആണെന്നൊക്കെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. അത് കണ്ടതിന് ശേഷം അതിൻ്റെ ആക്ടിവിറ്റി എന്താണ് നോക്കൂ. നിങ്ങൾക്കൊരു ഹാബിറ്റ് പാറ്റേൺ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ സീ ഇറ്റ് ക്ലിയർലി, നിങ്ങൾക്കത് കാണാൻ സാധിച്ചാൽ, നിങ്ങൾക്കത് വ്യക്തമായി അറിയാൻ സാധിച്ചാൽ മതി, യു ആർ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു നദി ഒഴുകി പോകുന്നത് കാണാമെങ്കിൽ നിങ്ങൾ നദിയിലെ വെളിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾക്കൊരു നദി പൂർണ്ണമായും കാണണമെങ്കിൽ നിങ്ങൾ നദിയിലെ വെളിയിൽ നിൽക്കണം. നദിയുടെ അകത്ത് നിന്നാൽ നമുക്ക് പൂർണ്ണമായിട്ട് ആ നദി കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇഫ് യു ക്യാൻ സീ ക്ലിയർലി ദ ഹാബിറ്റ്, നിങ്ങൾക്ക് ആ ഒരു ഹാബിറ്റിനെ, ആ ഒരു പാറ്റേണിനെ, ആ ഒരു അഡിക്റ്റീവ്നെസ്സിനെ ക്ലിയറായി കാണാൻ സാധിക്കുന്നുണ്ടോ? കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഓൾറെഡി ഔട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ വെളിയിലാണ്. സത്യം പറഞ്ഞാൽ ഇത്
ഒരു ദിവസം ചെയ്യേണ്ട, ഒരു സമയം, ഒരു തവണ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ ടു കം ഔട്ട് ഓഫ് ഇറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് കണ്ടതിന് ശേഷവും ഇതെന്താണെന്ന് അറിഞ്ഞതിന് ശേഷവും ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ ഇറ്റ്, ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ ചോയ്സാണ്. യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത, ബുദ്ധിമുട്ടിക്കാത്ത എന്ത് കാര്യവും നമുക്ക് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മറ്റൊരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. മറ്റൊരു മനുഷ്യജീവനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവനോ ബുദ്ധിമുട്ടുണ്ടാവാത്ത എന്ത് ആക്ടിവിറ്റി നമ്മൾ ചെയ്താലും അത് ശരിയാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. സോ ഓബിയസ്ലി നിങ്ങൾക്ക് എന്തും ചെയ്യാം, ആർക്കും ഉപദ്രവം ഉണ്ടാവാത്ത കാര്യങ്ങൾ. ഇപ്പം സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ് മോസ്റ്റ് പ്രോബബ്ലി നമ്മളെ തന്നെയാണ് ഹാം ചെയ്യുന്നത് അല്ലേ. മറ്റൊരാളെ ഹാം ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. പക്ഷെ നമ്മളെ തന്നെ മാത്രം ഹാം ചെയ്യുന്നൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് പ്രത്യേകിച്ച് നിങ്ങളെ കൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ബട്ട് ഡു യു നീഡ് ഇറ്റ്? നിങ്ങൾക്കത് വേണോ? ശരിക്കും നിങ്ങൾ സ്മോക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അത് എൻജോയ് ചെയ്യുകയാണോ? അതോ എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാനിത് സുഖം അനുഭവിക്കുകയാണ്, ഇതെൻ്റെ സ്റ്റൈലാണ്, ഇതെൻ്റെ ക്യാരക്ടറാണ്, ഇതെൻ്റെ ആറ്റിറ്റ്യൂഡിനെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുകയാണോ ചെയ്യുന്നത്? അതോ ശരിക്കും അതിന് ആ ഒരു പവർ ഉണ്ടോ എന്നൊന്നും നോക്കാമല്ലോ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി, ജസ്റ്റ് ഇതൊക്കെ നമ്മുടെ ജീവിതം ഇത് നിയന്ത്രിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടാണോ ഞാനിത് ഉപയോഗിക്കുന്നത്, അതോ ഞാൻ ഇമ്പൾസീവായി അറിയാതെ ഇതിൽ പെട്ട് കിടക്കുന്നതാണോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ഒന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ജസ്റ്റ് ടു സീ, ഒന്ന് കാണാൻ, ഒന്നറിഞ്ഞിരിക്കാൻ ശ്രമിച്ചു പോകാനാണ് ഞാൻ പറയുന്നത്. അല്ല നിങ്ങളുടെ എല്ലാവരെയും സ്വഭാവങ്ങൾ മാറ്റുക എന്നൊരു ഉദ്ദേശമൊന്നും എനിക്കില്ല. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. ആർ വി ഡൂയിങ് ഇറ്റ് ഇമ്പൾസില്? അതായത് നമ്മൾ ഇമ്പൾസിഫുള്ളായിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ പാറ്റേണിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റിഫ്ലക്സുകൾ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുകയാണോ, അതോ നമ്മൾ സ്വയം ഇത് ചെയ്യുകയാണോ എന്ന് അറിയണമല്ലോ. അത് നമുക്ക് താല്പര്യമുണ്ടോ? അതാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ താല്പര്യത്തോടു കൂടി ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ആക്ച്വലി നമ്മുടെ താല്പര്യമൊന്നും ആയിരിക്കില്ല, നമ്മുടെ തെറ്റിദ്ധാരണയായിരിക്കും അത്. എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലാന്ന് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ പോലും ശരിക്കും അത് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കില്ല, അതിൻ്റെ കോൺസിക്വൻസസ് ആലോചിച്ചിട്ടുള്ള പേടി കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യാതിരിക്കുന്നത്. സോ ഒബിയസ്ലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. നമ്മളൊന്ന് നോക്കുക, നോക്കിയാലല്ലേ കാണാൻ പറ്റൂ. അപ്പോൾ ആദ്യം ഒന്ന് നോക്കാം. നോക്കിയിട്ട് ഇഫ് യു വാണ്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്, ഇറ്റ്സ് എൻ്റയർലി അപ് ടു യു. ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇഫ് യു ക്യാൻ സീ ഇറ്റ്, ആ നദി ഒഴുകി പോകുന്നത് കരയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഓൾറെഡി ഔട്ട് ഓഫ് ദ റിവർ. നിങ്ങൾ ഓൾറെഡി ആ നദിയുടെ പുറത്താണ് നിൽക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. I know it's a short video, but I hope it's not a waste of your time. Thank you.